അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കുറച്ച് ഐഡിയ ഇല്ലാത്തവർക്ക് ഞാൻ മുകളിൽ ഇൻഫർമേഷൻ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ കുറുമ്പാലക്കോട്ട ആ ഹിൽ വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പല വഴികളുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ബൈക്ക് കയറ്റി കൊണ്ടുപോകാൻ മാക്സിമം ഒന്നിൻ്റെ അടുത്ത് വരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള വഴി ഇതായതുകൊണ്ടാണ്. ഇപ്പം നടന്ന് കയറുകയാണെങ്കിൽ വേറെയും വഴികളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വഴി പ്രിഫർ ചെയ്തത്. അപ്പോൾ നല്ല അത്യാവശ്യം മോശമില്ലാത്ത കയറ്റം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കിഷോർ ആ കയറ്റം ഫസ്റ്റ് ഗിയർ തന്നെയാണ് അടിച്ച് കയറ്റി കൊണ്ടുപോകുന്നത്. കാരണം അത്യാവശ്യം നമ്മൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, അത്യാവശ്യം ഹൈറ്റുള്ള കയറ്റം തന്നെയാണ് തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഇതുവരെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഞാൻ രണ്ടുപേരായിട്ട് ഇതുവരെ എത്തിയതാണ്. ഇവിടെ നിന്ന് വണ്ടി കയറുന്നില്ല, കണ്ടില്ലേ? അവനെ എത്ര ആക്സിലേറ്റർ കൊടുത്താലും പോകുന്നില്ല. ഇനി ഫസ്റ്റ് ഇട്ടിട്ട് വീണ്ടും വലിപ്പിച്ചാൽ ഇനി കയറ്റം കയറുള്ളൂ. അപ്പോൾ ഈ കയറ്റം എന്ന് പറയുന്നത് നല്ല കുത്തനെ കയറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ അത് അത്രയും കൂടെ ഫീൽ ചെയ്തല്ലേ കണ്ടിട്ട്. അപ്പോളേ ഇത് നമ്മൾ വേറെ വഴിയെ പിടിച്ചിട്ടാ. ഇത് 2-3 സെക്ഷനൊക്കെ ഇട്ട് കയറി ചെല്ലാൻ സ്ഥലം നിങ്ങളുടെ നല്ല കിതപ്പുണ്ട് കേട്ടോ. നല്ല കയറ്റാണ്. നമ്മുടെ പയ്യൻ അങ്ങ് കയറിപ്പോയിട്ടുണ്ട്, കണ്ടറിയണം എവിടെയാണെന്നുള്ളത്. അപ്പോൾ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം റോഡ് കണ്ടോ, റോഡ് തന്നെ ലെവല്. അപ്പോൾ നമ്മുടെ കിഷോർ ഭായ് ബുള്ളറ്റും കൊണ്ട് കയറി പോയിട്ടുണ്ട് കേട്ടോ. നമ്മളിതുപോലെ ഒരു കയറ്റം കയറി ഉണ്ടായിരുന്നു. അപ്പോൾ മാസ്കൊക്കെ ഊരി, വേറെ ആരും ഇല്ല കേട്ടോ, അതുകൊണ്ട് തന്നെയാണ് മാസ്ക് ഊരിയത്. നമ്മുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും ഈ പറഞ്ഞ പോലെ പബ്ലിക് സ്പേസിൽ നമ്മൾ മാക്സിമം മാസ്ക് വെച്ചിട്ട് നിൽക്കാറ്. അപ്പോൾ അതെ, നമ്മുടെ ചുറ്റും ആരുമില്ല, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ മാസ്ക് ഊരിയത്. പിന്നെ അത് മാത്രമല്ല നല്ല കിതപ്പുണ്ട്. എന്തായാലും ഒരു ടെൻറ്റ് ക്യാമ്പിങ് അതിന് വേണ്ടിയുള്ളൊരു എക്സ്പീരിയൻസ് വേണ്ടാണ് കേട്ടോ. അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു വാക്ക് ഞാൻ തന്നല്ലോ. അതിപ്പോൾ ഒന്നെങ്കിൽ എത്തിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് എത്തിയതാണ്. അപ്പോൾ കിഷോർ ബ്രോൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ ഫോഗും അതുപോലെ തന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം അന്ന് പരിചയപ്പെട്ടുള്ള 2 പേരാണ് കേട്ടോ. അതായത് നമ്മൾ വണ്ടി അവിടെ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ 2 പേരെ കൂടി നമ്മളൊന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നത്. അവരുടെ വീടാണ്, ഇത് നിങ്ങളുടെ വീടല്ലേ? ആണ് അവരുടെ വീട് കേട്ടോ. അപ്പോൾ ഇവിടെ അല്ലേ കൃഷിയൊക്കെ ചെയ്യുന്നതൊക്കെ അവിടെ തന്നെയാണ്. ഇതൊക്കെ അവരുടെ കൃഷികളാണ്. കാപ്പി, കുരുമുളക്, എല്ലാ സാധനങ്ങളും കേട് വന്നു പോയില്ല. മഴ ഇച്ചിരി കൂടിപ്പോയല്ലോ, ഒക്കെ ചീച്ചിൽ പിടിച്ചിട്ട്. മഴ പെയ്തപ്പോ അതെ അതെ മാറ്റി വെക്കണോ? വേണ്ട വേണ്ട, എന്താ ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ എന്റെ പേര് ST വെളുക്കൻ. ST വെളുക്കൻ. ചേച്ചിരോ? കറുപ്പി. അപ്പോൾ അവർ 2 പേരുടെ വളരെ മനോഹരമായിട്ടുള്ളൊരു വീടും അതിനൊക്കെ സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോകുന്നത്. ഒന്ന് പരിചയപ്പെടുത്താൻ തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് പറയാം. ചേട്ടാ എത്ര വർഷമായി ഇവിടെ? 45 വർഷമായി. ഇപ്പം ഏകദേശം എത്ര വയസ്സായി എന്ന് ചോദിക്കാൻ പാടുമെന്ന് അറിയില്ല. വയസ്സാണ് 74. 2012 13 2013 ഇത് 2000 ഇതോ 1900 ഇത് 21 വയസ്സായി. 74 വയസ്സിലും ആള് ചുറുചുറുക്കനാണ്. അതന്നെ. കാരണം എന്താണെന്നറിയോ, ഈ മല നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഷ്ടി 3/4 മണിക്കൂർ എടുത്ത് നമ്മൾ കയറാൻ. അപ്പോഴേക്കും നമ്മുടെ കിളി പോയി. കാരണം ഉണ്ടല്ലോ ഇവരെല്ലാ സാധനങ്ങളൊക്കെ വാങ്ങാൻ താത്തിക്കണല്ലേ പോവാ. അപ്പൊ നമ്മൾ ഈ റോട്ടിൽ നടക്കാൻ ഇവിടെ ഒന്നും പോണ്ട. 2 കിലോമീറ്ററാണ് ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് 2. അവിടുന്ന് അങ്ങോട്ട് ടൗണിലേക്ക് 1. 3 കിലോമീറ്റർ. ഇല്ല, ഞാൻ അപ്പൊ 3 കിലോമീറ്റർ എന്നുള്ളതല്ല കേട്ടോ അതിന്റെ പ്രത്യേകത. കാരണം അമ്മാതിരി കയറ്റാണ്. കാരണം ഈ ഷോറില്ലെങ്കിൽ ഉണ്ടല്ലോ വണ്ടി നമ്മൾ അങ്ങകലെ വെക്കണ്ട. ഞാനൊരു ബോർഡ് കാണിച്ചില്ലേ, അവിടെ വെക്കണ്ട ഒന്നേനെ. അപ്പോൾ ബ്രോ ഒന്ന് മഴ പെയ്യാത്തതുകൊണ്ടാണ് ഇന്ന് വണ്ടി കയറ്റാൻ പറ്റിയത്. അപ്പം നമ്മൾക്ക് കുട്ടിയെ കൂടില്ലെന്ന് എനിക്കറിയാം. കാരണം നമ്മൾ പെരുവന്മലയിൽ പോയിട്ട് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ വണ്ടി നമ്മൾ ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇവരുടെ വീട് ഇവിടെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ അറിയുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി സേഫായിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ
ടെൻറ്റും കൊണ്ട് മുകളിൽ കയറാണ്. ഓഫ് റോഡ് തകർത്തടിച്ചൂടാ. ഓഫ് റോഡ് ഒന്നും പറയാനില്ല. നാളെ നമുക്ക് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം കാഴ്ചേട്ടാ എങ്ങനെയാണെന്നുള്ളത്. കിട്ടെല്ലാം കയറ്റം മറക്കാണ്. ഞാൻ തന്നെ കിളി പോയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം എന്നാൽ നമുക്ക് കൂടുതൽ കാഴ്ചകൾ മുകളിൽ പോയിട്ട്. അപ്പോൾ ഇതാണ് കുറുമ്പാലക്കോട്ട കുന്നിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടിൻ്റെ ഭാഗങ്ങളും കോഴിക്കോടിൻ്റെ ഭാഗങ്ങളും സെപ്പറേറ്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ ആളുകൾ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇനി പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറുക, ഫോഗ് കയറി വരാം. അതുകൊണ്ട് നമുക്ക് ഈ കാഴ്ചകളൊന്നും ചിലപ്പോൾ കിട്ടിയൊന്നും വരില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രാവിലെ എന്താവുന്ന ഒരു പിടുത്തമില്ല, കണ്ട് തന്നെ നമുക്കറിയാം. അപ്പോൾ കൂടുതൽ കാഴ്ചയിലേക്ക് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ടെൻറ്റിന് സെറ്റ് ചെയ്യാണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം കൂടുതൽ കാഴ്ചകൾ എടുക്കുന്നില്ല. ബാക്കി രാവിലെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാണ് നമ്മൾ കുറുമ്പാലക്കോട്ടയുടെ ഏറ്റവും മുകളിലുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും ഉയരം കൂടിയ ആ കുന്നിൻ്റെ മുകളിലുള്ള ടെൻറ്റ് ക്യാമ്പിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക, സത്യം പറഞ്ഞാൽ ശരിക്കും എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് 2-3 എപ്പിസോഡ് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ടെൻറ്റ് ക്യാമ്പിങ് എന്താണെന്നോ അതിനെക്കുറിച്ച് 2 വാക്ക് ഞാൻ പറയാമെന്നൊക്കെ ഞങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പറയാൻ പറ്റിയ സമയം ഇതാണ് എന്നുള്ളത് എനിക്ക് 100% ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. പ്രത്യേകം നിങ്ങൾക്കറിയാം, നമ്മൾ ഏകദേശം ഒരു 8-9 മാസമായി നമ്മുടെ ചാനലൊക്കെ തുടങ്ങിയിട്ട്. കൂടാതെ നമ്മൾ ട്രാവലിംഗ് തന്നെയാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ വലിയൊരു പ്രോഗ്രസ് ഒന്നുമില്ല നമ്മുടെ ചാനലിൽ, ഗ്രാജുവലായിട്ടുള്ള ചെറിയൊരു മാറ്റങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വലിയൊരു എന്താ പറയുക, ഒരു എക്സ്പ്ലോഷനൊന്നും വിചാരിക്കുന്നില്ല അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടിയൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവണം നമ്മുടെ ചാനലിൽ എന്നുള്ളൊരു സ്ട്രാറ്റജിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ടെൻറ്റ് ക്യാമ്പിംഗ് എന്നുള്ള ഒരു സെഗ്മെൻറ്റ് കൂടി നമ്മുടെ ചാനലിൽ കൊണ്ടുവരാനുള്ള കാരണം. അപ്പോൾ ഇനി ടെൻറ്റ് ക്യാമ്പിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ടെൻറ്റ് ക്യാമ്പിംഗ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ കുറച്ചൊക്കെ ആളുകൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ടെൻറ്റ് ക്യാമ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു യൂട്യൂബർ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ഇത്തരത്തിലുള്ള ടെൻറ്റ് ക്യാമ്പിംഗ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരിക്കലും ഒരു പുതിയൊരു സ്ഥലത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാടിൻ്റെ നടുക്കലോ അല്ലെങ്കിൽ കാടിൻ്റെ ഏതെങ്കിലും ഒരു അരികിൽ പോയിട്ടോ നമ്മൾ ഈ ഒരു എന്താ പറയുക, ഒരു ഈർക്കിളി കനത്തിലുള്ള അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു ചൂരൽ കനത്തിലുള്ള ഈ ഒരു ചെറിയ കമ്പി വളച്ച് വെച്ചിട്ട് ആ തുണിക്കൂടിനകത്ത് ഒരാളും കിടക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ടെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ സേഫായിട്ടുള്ള ഒരു സാധനമൊന്നുമല്ല. നമുക്ക് ഒരു മഴ കൊള്ളാണ്ടിരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു എന്താ പറയുക, ഒരു പ്രൊട്ടക്ഷൻ കിട്ടുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ആന ഇറങ്ങുന്നതോ അല്ലെങ്കിൽ പുലി വരുന്നതോ ആയിട്ടുള്ള സ്ഥലത്തൊന്നും നമുക്ക് ടെൻറ്റ് അടിച്ച് കിടക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്താ പറയുക വന്യജീവികളിൽ നിന്നുള്ളൊരു സംരക്ഷണം ഒരു ടെൻറ്റും നൽകുന്നില്ല. അപ്പോൾ നമ്മൾ ടെൻറ്റ് ലൈഫിന് അല്ലെങ്കിൽ ടെൻറ്റ് ക്യാമ്പിങ്ങിനായിട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് നമ്മൾ യൂട്യൂബിൽ നോക്കി ഒരുപാട് പേര് ടെൻറ്റ് ക്യാമ്പിങ് നടത്തിയിട്ടുള്ള സ്ഥലമാണ് ഈ കുറുമ്പാലക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനും ഈ ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തത് കേട്ടോ. കൂടാതെ ടെൻറ്റ് ക്യാമ്പിങ് നടത്താൻ വേണ്ടിയിട്ട് താഴെ ടെൻറ്റ് വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ആളുകൾക്ക് ടെൻറ്റ് ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ടെൻറ്റ് ക്യാമ്പിങ് ചെയ്യാം. അപ്പോൾ അതിൽ സേഫായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു കുറുമ്പാലക്കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് പേര് ചെയ്തതാണ്. എന്തിനാ കഴിഞ്ഞ ആഴ്ച വരെ നമ്മുടെ കിഷോർ ബ്രോ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഈ ബ്രോ ഓൾറെഡി ചെയ്തതാണ് കഴിഞ്ഞ ആഴ്ച വന്നിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് മഴ ആയതുകൊണ്ട് തന്നെ വലിയ വ്യൂ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളും പ്രതീക്ഷിക്കുന്നത് അത്ര നല്ലൊരു വ്യൂ കിട്ടണം എന്ന് തന്നെയാണ്. ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഒരു കുന്നിൻ്റെ ഇതേ ലെവലിലേക്ക് മൊത്തം ഫോഗ് വന്ന് കവർ ചെയ്തിട്ട് നമ്മളൊരു കടൽ തീരത്ത് നിൽക്കുന്നത് എങ്ങനെയാണോ അതാണ് ഇവിടുത്തെ ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത്രയും അമേസിങ് ആയിട്ടുള്ള കാഴ്ചയാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് എല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ക്ലൈമറ്റ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ തന്നെ അത്തരത്തിലുള്ള കാഴ്ച കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ ഒരാൾ പറഞ്ഞത്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് ആ ഒരു പഞ്ഞിക്കെട്ടിലേക്ക് എടുത്ത് ചാടാനുള്ളൊരു മാനസികമായിട്ടുള്ളൊരു വിഭ്രാന്തി ഉണ്ടാവും എന്നാണ് പറയണത്. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടാ. അപ്പോൾ കാരണം അങ്ങനെയാണ് നമുക്കൊരു മനസ്സിന് തോന്നുകയാണ്. മൊത്തത്തിൽ പഞ്ഞിക്കെട്ട് ഇങ്ങനെ വിരിച്ച് കിടക്കണ പോലെ നമ്മുടെ താഴെ കിടക്കണതാണ്, അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ചാടാനുള്ളൊരു തോന്നലുണ്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞേട്ടാ. അപ്പോൾ എനിക്കെന്തായാലും തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു തോന്നലുകൾ ഉണ്ടാവാം എന്നാണ് അദ്ദേഹം സായുധ പറഞ്ഞത്. അപ്പോൾ
പറഞ്ഞു വന്നത് ഈ ഒരു കുറുമ്പാലക്കോട്ടയെ കുറിച്ചാണ്. വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടേക്ക് വന്യമൃഗങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളൊന്നും വരുന്ന ഒരു കുന്നല്ല. അപ്പം നമ്മളും വണ്ടി വരെ കയറിയത് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടാണ് കയറി പോകുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ അത്രയും കഠിനമായിട്ടുള്ള കയറ്റം തന്നെയാണ്. അപ്പോൾ ഇതുവരെ അത്ര ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ മൃഗങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഒരു കുന്നാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇവിടെ വലിയ മരങ്ങളോ അല്ലെങ്കിൽ കൊടും കാടാണോ അതൊന്നുമില്ല. നിങ്ങൾ സാധാരണ എങ്ങനെയാണോ ഒരു മുട്ടക്കുന്ന് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു അധികം മരങ്ങളൊന്നും ഇല്ലാത്തൊരു കുന്ന്, അതിൻ്റെ ടോപ്പ് പോലെയാണ് നമ്മൾ ടെൻ്റ് അടിക്കുന്നത്. അപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ടെൻ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് ടെൻ്റ് ലൈഫ് നടത്തുന്നത്. അത്തരത്തിൽ സേഫ് അല്ലാത്ത സ്ഥലങ്ങളിൽ ആളുകൾ കൊണ്ടടിച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം അവർക്ക് ആ എടുത്ത വീഡിയോ അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ജീവൻ ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വളരെയധികം ഇൻ്റലിജൻ്റ് ആണെന്നല്ല, പക്ഷെ നമ്മൾ നോർമൽ ഒരു ഹ്യൂമൻ എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് റിസർച്ച് നടത്തി ആളുകൾ വരുന്ന സ്ഥലമാണ്, സേഫായിട്ടുള്ള സ്ഥലമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഈ കുറുമ്പാലക്കോട്ട, പ്രത്യേകിച്ച് അവിടുത്തെ കാഴ്ചക്കൊടി, അതായത് ഞാൻ പറഞ്ഞ ആ പഞ്ഞിക്കെട്ട് വിരിച്ചിട്ടുള്ള അതേപോലത്തെ ഒരു വ്യൂ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇവിടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ അത്തരത്തിലൊരു കാഴ്ച കിട്ടട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താവും നമുക്ക് കണ്ടറിയാം. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ പോകുന്നുള്ളൂ കേട്ടോ. ടെൻ്റ് ക്യാമ്പിങ് എന്താണെന്ന് കൂടി നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒന്നുകൂടിയും പറയാനുള്ളത്, നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റ് തുടങ്ങിയത് തന്നെ കുറച്ചുകൂടി നമ്മുടെ നല്ല ഫ്രണ്ട്സിനെ നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നല്ലവരായ ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിച്ചേരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗോപ്രോ മോഡ് ചേഞ്ച് ആയി പോയിട്ടോ, ടൈം ലാപ്സിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മൂത്ത് വീഡിയോ കിട്ടിയില്ല. അപ്പോൾ ഈ രണ്ട് ബ്രോസ് ഉണ്ടല്ലോ, ഇവരിവിടെ സ്ഥിരം വരുന്ന ആളുകളാണ്. അപ്പോൾ ഈ ബ്ലൂ ഷർട്ട് ഇട്ടുള്ള പുള്ളിയുടെ പേര് ലാലു എന്നാണ്, മറ്റേ പുള്ളിയുടെ പേര് നിഖിൽ എന്നാണ്. അപ്പോൾ അവരുടെ കയ്യിൽ അമേസിങ് ആയിട്ടുള്ള ഇവിടുത്തെ ലൊക്കേഷൻ്റെ കുറേ ഫോട്ടോസ് അവർ കാണിച്ചു തന്നു. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആദ്യത്തെ ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ലെവൽ, അതായത് നമ്മൾ ഈ പ്രൊഫഷണൽ ആളുകളൊക്കെ നമ്മൾ ടെലിക്യാമൊക്കെ വെച്ചിട്ട് ലെൻസൊക്കെ വെച്ചിട്ട് എടുക്കുന്ന ഫോട്ടോ കണ്ടിട്ടില്ലേ, അതേപോലെ ഇവിടെ തന്നെ നൈറ്റിലെ നമ്മൾ ഗാലക്സി കാണുന്ന രീതിയിലുള്ള ഒരു വ്യൂ ആണ്. അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്യാമറയിൽ ഞാൻ കാണിക്കുമ്പോൾ എന്തുമാത്രം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ വേറൊരു എന്താ പറയുക, ഒരു ഹൈ എൻഡ് പ്രൊഫഷണൽ രീതിയിലുള്ളൊരു ഫോട്ടോയാണ് പുള്ളി എടുത്തിരുന്നത്. അതേപോലെ വേറൊരു ഫോട്ടോ കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മൊബൈലിൽ എടുത്താന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അത്രയും അമേസിങ് ആയിട്ടുള്ള വ്യൂവും കൂടിയാണ്. കൂടാതെ ഈ ക്യാമറ റിസൾട്ടും അടിപൊളിയാണ്. പിന്നെ പുള്ളിയുടെ കഴിവും സൂപ്പർ തന്നെയാണ്, അംഗീകരിക്കാൻ വേണം. അപ്പോൾ ഈ രണ്ടാമത്തെ ഫോട്ടോയും ഇവിടെ നിന്ന് എടുത്തതിന് കേട്ടോ. അപ്പോൾ പുള്ളി തന്നെ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോയാണ്. എന്തായാലും ഒരു ഭംഗി നോക്കി, അടിപൊളി തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ടെൻറ്റ് അടുത്തടുത്ത് തന്നെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വലിയ കാറ്റൊന്നും കാണാനില്ല, അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ഇത് കണ്ടില്ലേ നിങ്ങൾ, നമുക്ക് ടെൻറ്റ് നമ്മുടെ കയ്യിലായി തന്നെ കിട്ടിയപ്പോൾ ചെയ്ത പരിപാടിയാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, നമ്മുടെ ലോകം ഇങ്ങോട്ട് പഠിച്ചോ അതിൻ്റെ മുകളിൽ. അപ്പോൾ ഇനി ഇത് കണ്ടിട്ട് ഇനി ആളുകൾ വന്നിട്ട് ഇത് എന്താ സംഭവം എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഒരു യൂട്യൂബറാണെന്നുള്ള ഡീറ്റെയിൽ കയ്യിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ, ഈവനിങ് വൈബ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ നോക്കി നോക്കാം, എന്തൊക്കെയാണ് കാഴ്ചകൾ എന്നുള്ളത് ഇവിടുത്തെ. അപ്പോൾ ഈ ചുറ്റും കാണുന്ന ഈ ഷെഡുകളില്ലേ, അതൊക്കെ ഇവിടുത്തെ ചായക്കടകളാണ് കേട്ടോ. അതായത് വേറെ നമ്മുടെ കൂടെ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ടെൻ്റൊക്കെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷമാണ് തോന്നുന്നുണ്ട്, ഏകദേശം 2000-ഓളം പേരാണ് ഡെയിലി വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നാണ് ഇവിടുത്തെ ഒരാൾ പറഞ്ഞത്, ഇവിടുത്തെ ചായക്കടക്കാരായിട്ടുള്ള ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അത്രയും റഷായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ സൂര്യാസ്തമയം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കിഷോർ താഴെ പോയിരിക്കുകയാണ്. ഞങ്ങൾ ഓൾറെഡി ഒരു പാക്കറ്റ് ബ്രെഡ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പുള്ളിനെ താഴേക്ക് വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സോളാർ ലൈറ്റ് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് താഴെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നത്. അങ്ങനെ ടെൻറ്റ് ക്യാമ്പിൻ്റെ നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇവിടുത്തെ ഭക്ഷണം. അപ്പോൾ 2 ഓംലെറ്റ് വാങ്ങി, പിന്നെ ബ്രെഡും. അത് കിഷോർ രാത്രി നമ്മൾ പോയി വാങ്ങിയാണ് കേട്ടോ. കാരണം ഭക്ഷണം നല്ല വിശപ്പ്, എന്താണെന്നറിയില്ല, പ്രത്യേക തരം വിശപ്പ്. അപ്പോൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഫ്ലാഷ് അടിക്കാം. കിഷോർ ഇവിടെ ഇരിക്കുന്നുണ്ട്. താഴെ ഫുഡ് എന്ന് കാണിച്ചത് അതാണ് ഫുഡ്, നമ്മുടെ ഓംലെറ്റും ബ്രെഡും. അപ്പോൾ ഇതാണ് നമ്മുടെ ടെൻറ്റ് ക്യാമ്പിൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി സാധനങ്ങൾ വരുന്നുണ്ട്, ഇനി രാവിലത്തെ സീനുകളൊക്കെ കിടലിനാണ്. അപ്പോൾ
ആ കാഴ്ചകൾ നമുക്ക് കൂടെ തന്നെ കാണാം കേട്ടോ. രാത്രിയിലത്തെ കുറച്ച് കാഴ്ച കൂടി എടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് കാഴ്ചകൾ ബാക്കിയാണ്. അപ്പോൾ ഇപ്പോൾ ഫുൾ ഈ ചെവിടുകളുടെ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ഈ പറഞ്ഞ പോലെ ഒരു സൈഡ് കോഴിക്കോടിൻ്റെ ഭാഗവും അതുപോലെ തന്നെ ഒരു സൈഡ് വയനാടിൻ്റെ ഭാഗങ്ങളാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഫുൾ ഇരുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വിശദീകരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ടെൻറ്റിനകത്തേക്ക് കയറുള്ള പരിപാടിയാണ്. നമ്മുടെ ലൈറ്റ് ഇവിടെ തൽക്കാലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. പിന്നെ നേരെ ടെൻറ്റിന് നേരെ പിന്നിലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇവിടെയാണ് ടെൻറ്റ്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കിഷോറിൻ്റെയും രണ്ടുപേരും ടെൻ്റ് അടുത്തടുത്ത് തന്നെ അടിച്ചു. അപ്പോൾ എന്താ വെച്ചാലും ടെൻറ്റിനകത്ത് കയറിയിട്ടുള്ള വീഡിയോസ് കാണാം കേട്ടോ. അങ്ങനെ നമ്മളേ ടെൻറ്റിനകത്ത് കയറി. അപ്പോൾ ഇനി പറഞ്ഞ പോലെ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നല്ല അത്യാവശ്യമൊക്കെ ക്ഷീണമായി. നമ്മൾ ഈ പറഞ്ഞ പോലെ മലകയറ്റം സത്യം പറഞ്ഞാൽ നല്ല സ്ട്രെയിനുള്ളത് തന്നെയായിരുന്നു. അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഭക്ഷണമൊന്നും നമ്മൾ കഴിക്കില്ല, വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം തന്നെയാണ് നമുക്ക്. അപ്പോൾ ഇനി രാവിലത്തെ ഒരു വൈബ് വളരെ നല്ല ഒരു വൈബാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൂടി ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഞാനും സത്യം പറഞ്ഞ അതിൻ്റെ ഒരു ആകാംക്ഷയോട് കൂടി തന്നെയാണ് അതിന് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കി നോക്കാം എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു വൈബ്. മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്, ഇടി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ ചുറ്റുപാടും ചിലപ്പോൾ മഴ കിട്ടും. അപ്പോൾ രാവിലത്തെ കാഴ്ച അടിപൊളിയാവട്ടെ എന്നുള്ള ഒരു പ്രത്യാശയോട് പോയിട്ട് നമ്മൾ ഗുഡ് നൈറ്റ് പറയണം. അപ്പോൾ നമുക്കിനി രാവിലത്തെ കാഴ്ച കാണാം കേട്ടോ, എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ കാണാം. അപ്പോൾ ഇതും പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെൻ്റ് ലൈഫിൻ്റെ മറ്റൊരു എക്സ്പീരിയൻസ് ആണ്. അതിനകത്ത് നൈറ്റ് എങ്ങനെ കിടക്കുക എന്നുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഈ പറഞ്ഞ പോലെ ഇവിടെ തല വെച്ചിട്ട് കിടക്കണം. നമ്മുടെ ബാഗ് അതുപോലെ തന്നെ ഹെൽമെറ്റ് മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. പിന്നെ നമ്മുടെ പവർ ഹൗസും ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് പതുക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യണം, കിടക്കണം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ രാവിലത്തെ കഴിച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്നാൽ ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചു. അപ്പോൾ അവിടെ തന്നെയാണ് കേട്ടോ കിടന്നതും. കാരണം കുറച്ച് മഴയൊക്കെ പെയ്തു, ആയാലും കുഴപ്പമൊന്നുമില്ല, വലിയ സീനൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇനി നമുക്ക് ടെൻ്റ് തുറന്നിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ ചുറ്റുവട്ടം വന്നിട്ടുണ്ട്, ആ കാഴ്ച കൂടി കണ്ടോക്കാം. അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 കേട്ടോ, പുലർച്ചെ. അപ്പോൾ ഇവിടെ ചായ വെക്കാൻ വരുന്ന ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവർ വന്ന് ടെൻറ്റുമ്പോൾ തട്ടിയപ്പോഴാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് പല്ല് തേപ്പൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം കേട്ടോ. വലിയ കാഴ്ചകളൊന്നും ഇപ്പോൾ കാണാനില്ല, കംപ്ലീറ്റ് ഫോഗ് കയറിയ കാരണം. ഇത് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. പക്ഷെ നല്ല തണുപ്പാണ്. നമ്മൾ കൊലിക്കുഴിയിൽ തന്നെ വെള്ളം കവിള് കൊണ്ടപ്പോൾ തന്നെ നല്ല തണുപ്പാണ്, പല്ലൊക്കെ കോച്ചി പിടിച്ച അവസ്ഥയായി. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വെച്ചിട്ടാണ്, നല്ല തണുപ്പുള്ളതുകൊണ്ടേ. ഇത് നമ്മൾ ലോഗൊക്കെ പഠിച്ചാൽ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് ഇരിക്കണം. അപ്പുറത്തുനിന്ന് നമ്മൾ ഇത് റിവേഴ്സായിട്ടും കാണണ്ടാവുക. അപ്പോൾ ഇനി നോക്കി നോക്കാം കേട്ടോ, തുറന്നിട്ട് എന്താ അവസ്ഥ നോക്കി നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് കേട്ടോ, ഒന്നല്ല. ചക്കവിടെ ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ടല്ലേ. നമ്മളെനിക്ക് വരുമ്പോഴേക്കും അവിടെ പുള്ളി തീയൊക്കെ ഇട്ട് സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു നനവുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചൊരു ഇമ്പാക്റ്റ് അല്ലാട്ടാ കിട്ടിക്കണം. കാരണം കോട മൊത്തം വന്ന് കവറായി. അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട ബ്രോൻ്റെ വീഡിയോ സ്റ്റില്ല് നമ്മൾ കണ്ടില്ലേ, അതുപോലെയല്ല
ഇനിയിപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. എന്തായാലും സൂര്യൻ ഉദിച്ചിട്ട് എന്തായാലും പ്രതീക്ഷ ഇവിടുന്നില്ല, നോക്കി നോക്കാം. അവന് നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം കേട്ടോ. കോടയൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ. കോട എന്താ പറയാ, ഒന്നും പറയാനില്ല. വിചാരിച്ച എക്സ്പെക്ടേഷനൊന്നുമില്ല സംഭവം കിട്ടിയത്, എന്നാലും ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെടുക എന്ന് പറഞ്ഞില്ലേ അതുപോലെ. അതായത് നമ്മുടെ പ്രോ ചെയ്ത അതേ വീഡിയോ ഉണ്ടല്ലോ, വീഡിയോയിൽ ചെയ്ത അതേ വ്യൂവിന് കിട്ടിക്കണത്. അപ്പോൾ പുള്ളിക്കാരനോട് ടെൻറ്റിന് ചുറ്റൊക്കെ രാത്രി കറങ്ങി നടന്നിരുന്നു കേട്ടോ. അത് പറഞ്ഞ പോലെ ചെവി കോടയിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി അതിൻ്റെയാണ് എന്നുള്ളത്. ആളവിടെ തന്നെ മണ്ണൊക്കെ കുഴിച്ച് അവിടെ തന്നെ പുള്ളി കിടക്കണം. കൊള്ളാട്ടോ, ഇത് നല്ലൊരു ആംബിയൻസ് ആണ്. ഇത് നമ്മൾ എക്സ്പീരിയൻസ് തന്നെ വേണം. കാരണം സത്യം പറഞ്ഞാൽ ഇവിടുന്ന് സൂര്യനോട് ഉദിച്ച് വരുന്ന സീനാണ് കണ്ടില്ല, പൊള്ളി കഴിയാനെ. പക്ഷെ എന്ത് ചെയ്യും, നോവേ. പിന്നെ നമ്മുടെ ടെൻറ്റ് ഇവിടെ തന്നെയാണ് അടിച്ചിട്ടാ. കിഷോറിൻ്റെ ടെൻറ്റ് കൂടി നമ്മുടെ ടെൻറ്റ് അടുത്തടുത്ത് തന്നെയാണ് അടിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷനൊന്നും പ്രശ്നം ഉണ്ടായില്ല. തൊട്ടടുത്ത് തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ സുഖം തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ടെൻറ്റിൽ വന്ന് നിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ചാളുകളൊക്കെ കാണാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്താ ചെയ്യാം, ഫുള്ള് കൂടെയാണ്.
അപ്പോൾ സമയം ഏകദേശം 8 മണിയായിട്ടാണ്. നമ്മൾ പതുക്കെ സ്കൂട്ടാ വെച്ചിട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കോട എന്തായാലും മാറുന്നില്ല. ഉണ്ടോ, സൂര്യൻ നമുക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു കുത്തായിട്ട് കാണണല്ലേ. സൂര്യൻ അത്ര ഉയരത്തിലെത്തി, പക്ഷെ നമുക്ക് കോടയൊന്നും മാറാത്തതുകൊണ്ട് തന്നെ താഴത്തെ കാഴ്ച കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വൈകിട്ടെടുത്ത ആ ഒരു കാഴ്ച നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെയാണ് നമ്മുടെ ആ സ്ഥലമാണ് നമ്മൾ ടെൻ്റ് അടിച്ചിരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി കാഴ്ച കൂടി നമ്മൾ കാണാൻ വേണ്ടി നമ്മുടെ ഇടയ്ക്കൽ കേവിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെ പോയിട്ടുള്ള കാഴ്ച കൂടി നമുക്ക് എത്തിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാം സെറ്റാണ്. ബാഗും വെള്ളമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ബ്രോൻ്റെ ബാഗ് സെറ്റായിട്ടുണ്ട്. ഇനി പോണ പോക്കിലൊന്ന് ഏതെങ്കിലും പെട്രോൾ സ്റ്റേഷൻ നോക്കണം, കയറിയിട്ടൊന്ന് ഫ്രഷ് ആവണം, പതുക്കെ നീങ്ങണം. അപ്പം എന്നാൽ ബാക്കി കാഴ്ചകൾ നമുക്ക് അപ്പം കാണാം കേട്ടോ. അതിന് മുമ്പ് നമ്മുടെ കിഷോർ ബ്രോ ബൈക്കൊന്നും നടക്കുന്ന സീൻ കൂടി ഉണ്ട് കേട്ടോ. അത് നമുക്ക് സെപ്പറേറ്റ് പഠിക്കാം, കാരണം ഒരു സീനായിരിക്കും. അപ്പോൾ എന്നാൽ ശരി കേട്ടോ. ഞാനൊരു കാര്യം പറയാം. അതായത് ഈ ഇടയ്ക്കൽ കേവിൽ നമ്മുടെ കുറുമ്പാലക്കോട്ട വരുന്ന ആളുകൾക്ക് എന്ന് വെച്ചാൽ ചെറിയൊരു ഡൗട്ടുണ്ട് ഈ സ്ഥലത്തിനെ കുറിച്ച്. ഇപ്പം നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലമാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വളരെ അടുത്താണ് ഫാമിലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണിച്ചു കേട്ടോ, വീടുകൾ തൊട്ടടുത്ത് തന്നെ വീടുകളുണ്ട്. അപ്പോൾ അത് ആ വീട് കൂടിയും കാണിച്ചു തരാം, വളരെ അടുത്താണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൺഫ്യൂഷനൊന്നും ആവശ്യമില്ല, വീടുകളൊക്കെ ഉള്ളത് തന്നെയാണ് അടുത്ത്. അപ്പോൾ ആ കാണുന്നതാണ് വീടുകൾ കേട്ടോ. അവിടെയാണ് വീടുകളുള്ളത്. അതായത് നമ്മൾ വളരെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ ഇതൊരു വാട്ടർ ടാങ്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിലും ഹെൽപ്പിന് ആളുകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. അല്ലാണ്ട് ഇതേതോ അല്ലാത്തൊരു സ്ഥലം എന്നൊന്നും വിചാരിക്കരുത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീടിൻ്റെ ഒരു ലൊക്കേഷൻ കൂടി കാണിച്ചു തന്നത്. അത് അത്ര അടുത്താണ് വീടുകളുടെ. കണ്ടില്ലേ, വീടുകൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇനി ബ്രോ ഇറക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ജീപ്പൊക്കെ റൂബിക്കോണൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ബ്രോ ഈ റോഡ്, ഈ 4 വീലർ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ 4 വീലർ ഡ്രൈവ്? അടിപൊളി എക്സ്പീരിയൻസ് ആണ് അല്ലേ? അത്ര കാര്യമുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് അങ്ങനെ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുള്ള സ്ഥലമൊന്നുമല്ല. വളരെ എന്താ പറയുക, നല്ലൊരു സ്ഥലമാണ്. അറിയാം ഇതിനെക്കുറിച്ച് നമ്മൾ ഇതാണ് വീട്, ഇതാണ് നമ്മുടെ കയറി പോകേണ്ട ലൊക്കേഷൻ. തൊട്ടടുത്ത് തന്നെയാണ് വാട്ടർ ടാങ്കിൻ്റെ തൊട്ട ബാക്കിൽ തന്നെയാണ്. അപ്പോൾ അതാണ് ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. കൊടുക്കാൻ പറ്റില്ല, മനസ്സിലായി, പറഞ്ഞാൽ മതി. ഇന്നലെ അന്ന് ഓക്കെ അല്ലേ?
പറഞ്ഞ കേട്ടോ, അതായത് അല്ലല്ല ഞാൻ പറഞ്ഞ വ്ളോഗിങ്ങിലാ. കാല് നോക്കണ്ട, സ്ലിപ്പ് ആവും. ബ്രോനെ സമ്മതിക്കണം കേട്ടോ, ബ്രോനെ സമ്മതിക്കണം. അതെ അതൊരു എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് കയറ്റം, കണ്ടില്ലേ എങ്ങനെ പോയിട്ടുള്ള കയറ്റാണ് കേട്ടോ. അപ്പോൾ പുള്ളി എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത തന്നെ അപ്പോൾ ഉള്ള ആളുകൾക്കുള്ള ടിപ്പാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. വണ്ടി മാക്സിമം നല്ല ഇറക്കമുള്ള സ്ഥലത്ത് ഒന്ന് നിർത്തുക. എങ്ങനെയത് നമ്മുടെ ചാലുണ്ടല്ലോ, ഇതുപോലത്തെ ചാലില്ലേ, ആ ചാല് കൂടെ എടുക്കുക. വണ്ടിയുടെ എന്താ പറയുക, ബ്രേക്കും കാര്യങ്ങളും തട്ടാത്ത രീതിയിൽ ആ ചാല് കൂടെ എടുക്കുക. ഇത് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത സീനായതുകൊണ്ട് ഇതുകൂടെ എടുത്തു. അല്ലെങ്കിൽ കുത്തിനിറക്കുകയാണെങ്കിൽ ചാല് കൂടെ എടുക്കുക. അപ്പോൾ വലിയ സീനില്ല. അതേ പോകണ ബ്രോണല്ലേ. അപ്പോൾ നമ്മൾ പെരുവമലയിൽ ചാലൊന്നും നോക്കിയില്ല, നമ്മൾ വെച്ച് പഠിച്ചിട്ട് പിന്നെ ബ്രേക്ക് ചെയ്തപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്. ആ ചളി വലിയ സീനാണ് കേട്ടോ, അവിടെ ചെളികളുണ്ട്. ഞാൻ പറയുന്ന ചളിയില്ല, അതെ അവിടെ സത്യം പറഞ്ഞ മഴവെള്ളം വന്നിട്ടുള്ള ചളിയുടെ കാര്യം ഞാൻ പറയണേ. അപ്പോൾ കണ്ടില്ലേ, അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് കടത്താൻ. അപ്പോൾ ബ്രോ അതുകൊണ്ടാണ് അവിടെ പതുക്കെ പോണത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുത്തിനോട് ഒരു ഇറക്ക് കൂടിയുണ്ട്. അപ്പോൾ എന്താ സെറ്റാക്കി പുള്ളി, അതാണ്. അപ്പോൾ ഇതുകൂടെയായിരുന്നു പുള്ളി ഇന്നലെ എടുത്തതേ. ഇതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. കാരണം കണ്ടില്ലേ, ക്രാഷ് കാർഡൊക്കെ തട്ടാണ്ട് എങ്ങനെ എടുത്തു എന്നുള്ളത് പുള്ളിക്ക് തന്നെ അറിയുള്ളൂ. അപ്പോൾ ആകെ ചെളിയാണ്. നമുക്കൊന്ന് പറഞ്ഞ പോലെ എന്തായാലും ഫ്രഷ് ആവണം എവിടെയെങ്കിലും വെച്ചിട്ട് അല്ലേ. ഇതാണ് കയറ്റം. അപ്പോൾ ഇവിടെ വന്നാൽ ഇതാണ് നമ്മുടെ ജംഗ്ഷൻ വരുന്നത് കേട്ടോ. അവിടെ നമ്മളൊരു വണ്ടി വെച്ച് ഇറങ്ങി പോവുക. അപ്പോൾ നമ്മൾ അവിടെ വെച്ചില്ല, നമ്മുടെ ബ്രോൻ്റെ ഒറ്റ ധൈര്യം കൊണ്ട് കയറ്റിയതാണ്. അപ്പോൾ ഇറക്കിയതല്ലേ, വലിയ മഴയും അത്ര കണക്കാത്തോണ്ട് രക്ഷപ്പെട്ടു. സ്ലിപ്പാവും. ആ റൈറ്റ് പിടിക്കണോ? അത് പിടിച്ചിട്ട് കാര്യമില്ല, ഈ കുഴി കൂടെ പിടിക്കണം. പുല്ലുള്ള കാരണം കുഴപ്പമില്ല. കുഴപ്പമില്ല.
ചവിട്ടാൻ പറ്റണ്ട. രണ്ട് മറ്റേത് പറഞ്ഞ അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്നലെ ഭക്ഷണമൊക്കെ വാങ്ങിയത്. നമ്മുടെ കിഷോർ വന്നിട്ട് ഭക്ഷണമൊക്കെ വാങ്ങിയില്ലേ, അത് ഇവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ വന്ന് ചേർന്ന സ്ഥലം. ഇനിയും ഇവിടെ നമ്മൾ പഠിക്കണം. ഓക്കെ, ഇതൊക്കെയായിരുന്നു നമ്മുടെ കുറുമ്പാലക്കോട്ട എക്സ്പീരിയൻസ് വെച്ച്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്ത് കൂടി ഉണ്ടാവും വീഡിയോ. അപ്പോൾ നമ്മൾ ഇനി അടുത്തത് പോകുന്നത് എടക്കൽ കേവിലേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കിയിട്ടുള്ള വീഡിയോ കാണാം കേട്ടോ. ബാണാസുര സാഗറിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ടിക്കറ്റ് ഒരാൾക്ക് 40 ഉറുപ്പ്യാണ്. പക്ഷെ നിങ്ങൾ